വൈകിട്ട് 7 മണിക്കാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബർ, ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്നെ പറയാൻ കാരണം എന്താ വെച്ചാൽ മതത്തിന്റെ പേരിൽ ടോർച്ചറിങ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് തട്ടം ഉപേക്ഷിച്ചത്. മതത്തിൻ്റെ പേരിൽ ഇവളെ ആരൊക്കെയോ ടോർച്ചർ ചെയ്തു. സത്യം പറഞ്ഞാൽ ഇവള് മതത്തിൻ്റെ പേര് പറഞ്ഞിട്ടല്ലേ ആൾക്കാർ പ്രതികരിച്ചത്. ഇവള് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മതവും കൊതവും എന്നൊക്കെ പറയാതെ ഇരുന്നെങ്കിൽ ആരെങ്കിലും ഇവള് ഉപദ്രവിക്കുമോ? നമ്മളൊക്കെ ഇവളുടെ 7 അയിലത്തേക്കൂടെ പോവോ? ഇപ്പം എന്താ അത് കഥ? അരിയിൽ നിന്ന് ആശാരിച്ചയും കഴിച്ചിട്ട് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞ പോലെയാണ് ഇവളുടെ കഥ. ഇവള് സോഷ്യൽ മീഡിയയിൽ വന്ന് എന്ത് കാര്യം പറഞ്ഞാലും അതിനകത്തൊരു മതം ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ഉസ്താദും അങ്ങനെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അങ്ങനെ പറഞ്ഞു, മുസ്ലിങ്ങൾ വിമർശിച്ചു, ഹിന്ദുക്കളുടെ തന്തയ്ക്കും വിളിക്കും തള്ളയ്ക്കും വിളിക്കും. സത്യം പറഞ്ഞാൽ ഇവർ തട്ടം ഊരുകയോ ജെട്ടി ഊരുകയോ ചെയ്താൽ നമുക്ക് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്താണ് ഈ ആൾക്കാർക്ക്? ഇവർ പറയുന്നതിൽ ഒരു കഥയില്ല, ഒരു കഴമ്പൂല, വെറുതെ വെട്ടിത്തരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഏതോ ഒരു തലയ്ക്ക് മെൻ്റലായ ഒരു സ്ത്രീ വന്നിട്ട് എന്തൊക്കെയോ പുലമ്പുന്നു. അതിൽ കൂടുതൽ ഇതിനെ കാണേണ്ട വിഷയമില്ല. കാരണം തലയ്ക്ക് വെളിവില്ലാത്തവൾ ഇടയ്ക്കിടയ്ക്ക് ഓളം വെട്ടുമ്പോൾ വന്നിരുന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അതിനകത്തൊരു കാര്യമുണ്ടോ? കാര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ? ഒന്നുമില്ല. ചുമ്മാ വായ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നും പറഞ്ഞ് പാടിക്കൊണ്ട് എടുക്കുന്ന ഒരു ഉഗ്രം ബസ് സ്റ്റാൻഡ് പബ്ലിക് അക്കൂസാണ് മക്കളെ ഇവള്. വല്ലാത്ത ജാതി. ആ ബാക്കി പറയാം. തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത്. എന്നിട്ടും എന്നെ വെറുതെ വിടാത്ത കുറച്ച് ഹസന്മാരുണ്ട്. അതെന്തടി ഹസൻ നിന്നെ പിടിച്ച് മടിയിൽ വെച്ചാ? എനിക്കറിയാൻ വളാണ്ട് ചോദിക്കുക. നീ ഇന്നാള് ഷെഫീന ബീബിയുടെ വീഡിയോയ്ക്ക് മറുപടി കൊടുത്തത് മടിയിലിരിക്കണ കാര്യം പറഞ്ഞിട്ടായിരുന്നു. ഈ ഹസൻ നിന്നെ ഒന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജല്ലേ അയച്ചുള്ളൂ, അപ്പോഴത്തേക്ക് നീ ഇങ്ങനെ പറഞ്ഞാലോ? നീ എന്തിനാണ് ഈ മെസ്സേജിനെയൊക്കെ ഭയക്കുന്നത്? അല്ലാതെ പുറത്തുനിന്ന് ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ നീ എന്തിനാണ് വയലൻ്റ് ആവുന്നത്? ആലുകാച്ചൽ ചടങ്ങിനോടനുബന്ധിച്ചിട്ട് നീ സോഷ്യൽ മീഡിയയിൽ 1-2 ചാനലുകൾക്ക് ബൈറ്റ് കൊടുത്തു. ആ ഇൻ്റർവ്യൂവിൽ ഫുള്ളായിട്ട് ഈ മതത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. മതമില്ലാത്ത നീ എന്തിനാടി ചൂലേ മതം പറയുന്നത്? എന്നെ വെറുതെ വിടാത്ത കുറച്ച് ഹസന്മാരുണ്ട്. ഇവളെ വെറുതെ വിടുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ആർക്കും ഈ സാധനത്തിന് വേണ്ട. കാരണം ഇതൊരു വേസ്റ്റ് പാഴ് ജന്മമാണ്. ഇതിൻ്റെ കാര്യം ഇനി എടുത്തു വെച്ച് പറഞ്ഞതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിക്കാൻ പോണില്ല. കാരണം അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കണ്ണൻ്റെ പടം വരെയൊക്കെ നിർത്തിയിട്ട് കൈയില്ലാത്ത കഷം കാണിക്കുന്ന ഉടുപ്പിട്ടിട്ട് ഇപ്പം നാട് തെണ്ടാനായിട്ട് ഇറങ്ങിയിരിക്കുക. ഇതിലെങ്കിലും മര്യാദയ്ക്ക് പിടിച്ചു നിന്നാൽ മതിയായിരുന്നു.